നമ്മൾ ആദ്യമേ ആണെങ്കിൽ ബ്രേക്ക് ചവിട്ടി ന്യൂട്രലായിരുന്നു, ഹാൻഡ് ഗിയർ ഇടുന്നു, എന്നിട്ട് സ്റ്റാർട്ട് നീക്കി കഴിയുമ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ട് ആവും. പിന്നെ ഇതിന്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമുക്കൊരു 10 സെക്കൻഡ് കൊണ്ട് നമുക്ക് എങ്ങനെയായാലും 100 കയറും. പിന്നെ അതിനകത്ത് സ്പോർട്സ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ മോഡ് ഇട്ട് ചെയ്യുമ്പോൾ വണ്ടിയുടെ ഫുൾ പെർഫോമൻസും കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. ഡിയിലാകുമ്പോൾ സിറ്റി ഡ്രൈവ് ആണ്, നോർമൽ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സ്പോർട്സിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് വണ്ടിയുടെ ഫുള്ളി ആ ഒരു പവറും എല്ലാം നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിന്റെ ഹാർമന്റെ സിസ്റ്റവും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 10 ഇഞ്ചിന്റെ ഹാർമന്റെ സിസ്റ്റമാണ് വരുന്നത്. റിവേഴ്സ് ക്യാമറ വരുമ്പോൾ HD റിവേഴ്സ് ക്യാമറയാണ് വരുന്നത്. കാണാൻ അറിയാം. അതിനകത്ത് തന്നെ സ്റ്റിയറിംഗ് തിരിക്കുന്ന അനുസരിച്ച് സെൻസേഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ബേസിക്കലി നമുക്കൊരു ഫുൾ ചാർജ് 210-250 കിലോമീറ്ററോളം നമുക്ക് ഫാസ്റ്റ് ചാർജ് കയറുവാണെങ്കിൽ 1 hour കൊണ്ട് ചാർജ് ആവും. ഫുൾ ചാർജ് 9 to 10 hours. നമ്മളിപ്പോ വീട്ടിൽ ഇത് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ സെറ്റപ്പ് അവിടെ വീട്ടിൽ ഫിറ്റ് വണ്ടി എടുക്കുന്ന സമയത്ത് തന്നെ ഇതിന്റെ ചാർജിങ് യൂണിറ്റും കാര്യങ്ങളെല്ലാം വരും. ടാറ്റ പവറിൽ നിന്ന് ആള് വന്ന് വീട്ടിൽ ഫിറ്റ് ചെയ്ത് തരും. 15 മീറ്റർ വരെ നമുക്ക് ഫ്രീ ആണ്. അതിന് ശേഷം വരുന്ന ഓരോ മീറ്ററിനും അവരൊരു പൈസ മേടിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ഈ വണ്ടി നമ്മൾ ഓടിച്ചു നോക്കി, ഭയങ്കര പെർഫോമൻസ് ആണ്, നല്ല സൂപ്പർ വണ്ടിയാണ്. പിന്നെ ഹോണും കാര്യങ്ങളും ഇവിടെ അല്ലേ? ഇവിടെയാണ് വേറെ ഇതെല്ലാം നമ്മൾ ഇൻഫോർടൈൻമെന്റ്, നമ്മൾ ഫോൺ എടുക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഓക്കെ. പിന്നെ ഇതിന് 4x5 ആണ് NCA അല്ലേ? നമുക്ക് 2 എയർ ബാഗും 4 സ്റ്റാർ റേറ്റിംഗ് ആണ് വരുന്നത്. 4 സ്റ്റാർ റേറ്റിംഗ് ആണ്. പിന്നെ ഇത് ന്യൂട്രൽ, DE, സ്പോർട്ട് മോഡ്, റിവേഴ്സ് മോഡ് ഇല്ലയോ? ഓക്കെ. ഇപ്പോൾ ഏകദേശം വണ്ടിക്ക് 11,662 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. 64% നമുക്ക് ബാറ്ററി ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ 122 കിലോമീറ്റർ ഓടും ഇനി ഇല്ലയോ? ഓക്കെ. പലരും പല രീതിയിൽ ഓടിച്ചത് കൊണ്ടാണ് അങ്ങനെ വന്നത്. അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലത് കിട്ടും. ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ആയതുകൊണ്ടാണ്. അല്ല, നല്ലതാ. എൻ്റെ പെർഫോമൻസ്, ഞാൻ ഇലക്ട്രിക് വണ്ടിയെ കുറിച്ച് ചിന്തിച്ചതിനെക്കാട്ടിൽ അപ്പുറത്തുള്ള ഒരു പെർഫോമൻസ് ഈ വണ്ടി തന്നിട്ടുണ്ട്. സത്യമായിട്ടല്ല, ഞാൻ ആദ്യം വിചാരിച്ചെന്നറിയോ, പഴയ കമ്പ്യൂട്ടർ കാലം വരുന്ന മുമ്പ് നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ മാതിരി. ആ പെട്രോൾ വണ്ടിയുടെ നമ്മുടെ ആ ലാഗ് ഇല്ല എന്ന് വെച്ചാൽ, പെട്രോൾ വണ്ടിക്ക് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു സെക്കൻഡ് ഒരു ലാഗ് വരുന്നുണ്ട്, ഒന്ന് മൂവ് ഔട്ട് ആവാനും എടുക്കാനും ഒക്കെ ആയിട്ട്. പക്ഷെ ഇത് അതിന് അങ്ങനെ ഒരു കുഴപ്പം നമുക്ക് കാണുന്നില്ല. കാലിൽ എത്രയാണ് പ്രഷർ കൊടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് അതുപോലെ തന്നെ കിട്ടും. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ.